പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് MT വാസുദേവൻ നായരുടെ ഒരു കഥയാണ്. കഥയുടെ പേര് ദുഃഖത്തിൻ്റെ താഴ്വരകൾ എന്നാണ്. ദുഃഖത്തിൻ്റെ താഴ്വരകൾ. ഇല്ലിമുള്ളുകളും മുളവടികളും കൊണ്ടുണ്ടാക്കിയ ഒരു പടിവാതിലായിരുന്നു പണ്ടുണ്ടായിരുന്നത്. നിരനിരയായി കുന്തമുനകൾ ഉയർന്നു നിൽക്കുന്ന ടാറിട്ട ഗേറ്റ് ഈയിടെ നിർമ്മിച്ചതായിരിക്കാം. ഡ്രൈവർ അതിനു മുന്നിൽ ജീപ്പ് നിർത്തി ഹോൺ അടിച്ചു. 1 മിനിറ്റ് കാത്തു. ഇറങ്ങാൻ ഭാവിക്കുമ്പോഴേക്ക് കെട്ടിടത്തിൻ്റെ പിന്നിൽ നിന്ന് ആരോ വരുന്നത് കണ്ടു. അയാൾ കൗതുകത്തോടെ നോക്കി. രാഘവൻ നായരാണോ? അല്ല. ഉണ്ണികൃഷ്ണനാണോ? അടുത്തെത്തിയപ്പോൾ അയാൾക്കുറപ്പായി ഉണ്ണികൃഷ്ണൻ തന്നെ. അന്ന് അവൻ ഒരു ചെറുക്കനായിരുന്നു. 10 കൊല്ലം കൊണ്ട് അവൻ വളർന്ന് ഒരു പുരുഷനായി മാറിയിരിക്കുന്നു. അല്പം ഉന്തി നിൽക്കുന്ന പല്ലുകളും ഇടുങ്ങിയ കണ്ണുകളും മാത്രമുണ്ട് പഴയ ചിത്രത്തിൻ്റെ ബാക്കി. ചാണകം മെഴുകിയ വൃത്തിയുള്ള മുറ്റത്തേക്ക് ഡ്രൈവർ ജീപ്പ് നിർത്തി. ഉണ്ണികൃഷ്ണൻ അടുത്തു വന്നു. അയാൾ താഴെ ഇറങ്ങി. ഡ്രൈവറും. ഉണ്ണികൃഷ്ണൻ ബഹുമാനത്തോടെ ഒതുങ്ങി ചിരിച്ചു നിന്നു. ഇന്നലെ വരുമെന്നാണ് തിരുമേനി എഴുതിയത്. ഇന്നലെ എത്തുമെന്നാണ് തിരുമേനിക്കും എഴുതിയിരുന്നത്. കളത്തിലെ ജോലിക്കാർക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് മറുപടിയും വന്നു. ഇന്നലെ വരാൻ പറ്റിയില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ്റെ മുഖത്ത് നോക്കി നിൽക്കുമ്പോൾ അയാൾക്ക് വിഷമം തോന്നി. ഉണ്ണികൃഷ്ണന് തന്നെ മനസ്സിലായില്ലെന്നോ? എന്താ ഉണ്ണികൃഷ്ണ, സുഖല്ലേ? കൃത്രിമമായ ഒരു ചോദ്യം ചോദിച്ചു. ആ ചെറുപ്പക്കാരൻ ആകെ അമ്പരക്കുന്നു. ജീപ്പിൻ്റെ ബോണറ്റിൽ ചാരി നിന്നുകൊണ്ട് അയാൾ ചോദിച്ചു, എന്നെ ഓർമ്മയില്ലേ? അവൻ്റെ കണ്ണുകൾ മുഖത്തും ശരീരത്തിലും ദ്രുതഗതിയിൽ സഞ്ചരിച്ചു. ഉണ്ണികൃഷ്ണന് ഓർമ്മയുണ്ടാവില്ല. അന്നൊരു വൈകുന്നേരം ഈ മുറ്റത്ത് 5 പേർ വന്നിറങ്ങി. കൂട്ടുകാർ അന്ന് തന്നെ തിരിച്ചുപോയി. 11 ദിവസം ഇവിടെ താമസിച്ചു. പട്ടണത്തിൽ നിന്ന് ഏതോ പുസ്തകം എഴുതിക്കൂട്ടാൻ വന്ന് താമസിച്ച ആ മനുഷ്യനെ ഉണ്ണികൃഷ്ണൻ ഓർക്കണമെന്നില്ല. അത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നല്ലോ. ഞാൻ പണ്ട് ഇവിടെ വന്ന് താമസിച്ചിരുന്നു, കുറേ മുമ്പ്. അത് അന്ന്. എന്നിട്ട് പെട്ടെന്ന് അത്ഭുതത്തോടെ ഉണ്ണികൃഷ്ണൻ്റെ വായിൽ നിന്ന് അയാളുടെ പേർ ചിതറി വീണു. ആ മനുഷ്യൻ തന്നെയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നതെന്ന് ഉണ്ണികൃഷ്ണന് വിശ്വാസം വന്നില്ല. 11 ദിവസം അവൻ അടുത്തു പരിചയിച്ച ആൾ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ചോര തുടിക്കുന്ന മുഖത്ത് യുവത്വം വിടർന്ന് തുടങ്ങിയതേ ഉള്ളൂ. കറുത്തു തിളങ്ങുന്ന കണ്ണുകളും ചുണ്ടിൽ മന്ദഹാസവുമുള്ള ഒരു മെലിഞ്ഞു നീണ്ട യുവാവ്. നനുത്ത മീശയുടെ അറ്റം കൂർപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് നീല പാൻറ്റും വൂളൻ ജാക്കറ്റും ഇട്ട് സിഗരറ്റും പുകച്ച് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കോലായിലും തൊഴുത്തിലും തൊടിയിലും പണിയെടുക്കുന്ന പെണ്ണാളുടെ കണ്ണുകൾ അയാളെ മുത്തമിട്ടിരുന്നു. ആ മനുഷ്യൻ ഞാൻ തന്നെ. വല്ലാതെ മാറിപ്പോയി. എനിക്ക് മനസ്സിലായില്ല. 36-ാം വയസ്സിൽ വൃദ്ധനായിരിക്കുന്നു. വാർദ്ധക്യം ശരീരത്തിലും ആത്മാവിലും ജര പിടിച്ചു നിൽക്കുന്നു. അയാൾ മന്ദഹസിച്ചു. ഉണ്ണികൃഷ്ണനും വല്ലാതെ മാറിയിട്ടുണ്ട്. എന്നാലും എനിക്ക് മനസ്സിലായി. 3 ദിവസമായി കത്ത് വന്നിട്ട്. ആരാ വരണമെന്ന് തിരുമേനി എഴുതിയിരുന്നില്ല. ഡ്രൈവർ മുറ്റത്തിൻ്റെ വക്കിൽ ചെന്നു നിന്നുകൊണ്ട് ബീഡി പുകച്ചു. കുല തിങ്ങിയ ഓമമരങ്ങൾ നോക്കുകയാണ്. രാഘവൻ നായരില്ലേ? തനിക്കെല്ലാം ഓർമ്മയുണ്ടെന്ന് കാണിക്കാൻ ചോദിച്ചു. ഏത് രാഘവൻ നായർ? ആ പണ്ടത്തെ കാര്യസ്ഥൻ. മരിച്ചിട്ട് 5-6 കൊല്ലായില്ലേ? എന്തേ ദീനം? വസൂരി. ഇപ്പോൾ ഉണ്ണികൃഷ്ണനാണോ കാര്യസ്ഥൻ? അഭിമാനം വിനയം കൊണ്ട് മറച്ച് അവൻ പതുക്കെ തലയാട്ടി. ഉണ്ണികൃഷ്ണൻ കുറേ പേരുകൾ ഉറക്കെ വിളിച്ചു. തോട്ടത്തിൽ നിന്ന് മണ്ണിൻ്റെ നിറമുള്ള തോർത്തും ശരീരവുമുള്ള 2 ചെറുമക്കൾ കയറി വന്നു. പെട്ടിയൊക്കെ ഇറക്കി വെക്കുമല്ലേ? കൊന്ന ആ കോലായത്തുമ്പൽക്ക് ഓരോന്നായി വെച്ചോ. മുറ്റത്തെ വെയിൽ മങ്ങിക്കഴിഞ്ഞിരുന്നു. ഉണ്ണികൃഷ്ണൻ പത്തായപ്പുരയുടെ കോലായിൽ നിന്ന് കസേരയെടുത്ത് മുറ്റത്തേക്കിട്ടു. ഇത്തിരി ഇരിക്കാൻ ബാല. മുറ്റത്തിൻ്റെ വടക്കു ഭാഗത്തെ കെട്ടിടത്തിൽ നിന്ന് ഒരു ചെറുക്കൻ വന്നു. ആ കെട്ടിടം ഇനിയും കുമ്മായം തേച്ചിട്ടില്ല. ചെങ്കല്ല് നിറം മാറാതെ നിൽക്കുന്നു. വേഗം ചായ ഉണ്ടാക്ക്.
ആ ചെറുക്കനാണിപ്പോൾ പരിചാരകൻ. ഇനി ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞു വരുമ്പോൾ ഇല്ല, ഇനി വരുമെന്ന് തോന്നുന്നില്ല. കാലവും ജീവിതവും ഇവിടെ ഒഴുകാതെ നിൽക്കുകയാണെന്ന് തോന്നി. ഒരു മാറ്റവും വന്നിട്ടില്ല. വടക്കേ മുറ്റത്ത് നിശാഗന്ധി പടർപ്പുണ്ട്. കയറിൽ ചുരുട്ടി അട്ടിയിട്ട് വെച്ച പരമ്പുകൾ. വടക്ക് പുറത്തെ കെട്ടിടത്തിൻ്റെ മുകളിൽ ചൊട്ടിക്കുത്തിയ മുഖമുള്ള ഒരാഭാസ പ്രതിമ കണ്ണു തട്ടാതിരിക്കാൻ വെച്ചത് അതേപടി ഇരിക്കുന്നു. ഗേറ്റിൽ വന്നു ചേരുന്ന ഇടവഴിയുടെ മേൽപ്പുറത്ത് കുന്നിൻ ചെരുവിൽ ചെറിയ ചാളപ്പുരകൾ. അടുക്കടുക്കായി കവുങ്ങുകൾ വെച്ചു പിടിപ്പിച്ച കുന്നിൻ ചെരുവ് പിറകിലെ മലയോരത്തിലേക്ക് കുന്നു തല ചായ്ക്കുന്നു. കിഴക്കേ മുറ്റത്ത് ഓമമരങ്ങൾക്കിടയിൽ പേരറിയാത്ത ഒരു വൃക്ഷമുണ്ടായിരുന്നു. അന്ന് തിരുമേനി കൂടെ വന്നിരുന്നു. അദ്ദേഹമാണ് ആ മരത്തിൻ്റെ ഇല പൊട്ടിച്ചു വെച്ച് വാടുമ്പോൾ ഒരു സുഗന്ധം വരുമെന്ന് പറഞ്ഞത്. കൂട്ടുകാരിൽ ആരോ ഒരില പൊട്ടിച്ച് പോക്കറ്റിൽ തിരുകി. ആ മരം ഇന്നില്ല. പുസ്തകം എഴുതാൻ തന്നെയാണോ? വല്ലതും എഴുതണം എന്ന് മാത്രം പറഞ്ഞു. എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. സുഹൃത്തിൻ്റെ കത്ത് പോക്കറ്റിൽ ഇപ്പോഴും കാണും. അയാൾ വെള്ളിത്തിരയിൽ ഒരു പുളകം വിതയ്ക്കുന്ന പ്രേമകഥ രൂപമെടുക്കുന്നത് സ്വപ്നം കണ്ടിരുന്നു. ചിരിക്കുന്ന കാട്ടാറുകളും നിലവും നീലാകാശവും നക്ഷത്രങ്ങളും പൂക്കളും അമൃത് പൊഴിയുന്ന ഗാനങ്ങളും ദിവ്യമായ പ്രേമത്തിൻ്റെ മായിക ലോകത്തിൽ വിഹരിക്കുന്ന യുവ മിഥുനങ്ങളും. പിന്നെ എന്തെല്ലാം! ധനികനായ ഒരു സിനിമാ നിർമ്മാതാവ് മാത്രമല്ല അയാൾ, സുഹൃത്താണല്ലോ. അപ്പോൾ അയാൾക്ക് എഴുതാം. അതിന് സ്വാതന്ത്ര്യമുണ്ട്. ശ്രമിക്കാം. അയാൾ മറുപടി എഴുതി. തന്നിലുള്ള വിശ്വാസം നശിച്ചിരിക്കുകയാണ്. അടങ്ങാത്ത ആത്മവിശ്വാസമായിരുന്നു പണ്ടത്തെ മൂലധനം. പണ്ട് ഇവിടെ വന്ന് താമസിച്ചത് വലിയൊരു നോവൽ എഴുതാനായിരുന്നു. 2-3 മാസങ്ങൾക്കു ശേഷം തിരിച്ചെത്തുമെന്നാണ് കൂട്ടുകാരോട് പറഞ്ഞത്. 10 ദിവസം കൊണ്ട് എഴുതി തീർത്തു. നീലച്ചട്ടയുള്ള വലിയ ബൗണ്ട് പുസ്തകങ്ങളിൽ കുനുകുനെയുള്ള അക്ഷരങ്ങളും ജീവനുള്ള വാക്കുകളും നിറഞ്ഞു. എല്ലാം ഓർമ്മയുണ്ട്. അവളുടെ പേന കൊണ്ടാണ് എഴുതിയത്. അതിൻ്റെ കറുത്ത തണ്ടിൽ വെളുത്ത അക്ഷരങ്ങളിൽ അവളുടെ പേരെഴുതിയിരുന്നു. അത് അവളുടെ നിർബന്ധമായിരുന്നു. എനിക്കെന്താ പത്രാസ്, എൻ്റെ പേന കൊണ്ടാണ് എഴുതിയത് എന്ന് പറഞ്ഞ് നടക്കാലോ. അവസാനത്തെ വാചകം എഴുതുമ്പോൾ ഉറക്കെ ആർത്തു വിളിക്കണമെന്ന് തോന്നി. പരാജയത്തിൻ്റെ കൈപ്പറഞ്ഞുകൊണ്ട് അറബിക്കടലിലെ തിരമാലകളുടെ മുഴക്കം കേട്ടുകൊണ്ട് മഞ്ഞും തണുപ്പുമുള്ള പുലർവേളകളിലെ തണുത്ത കാറ്റേറ്റ് കുളിർന്നു വിറച്ചുകൊണ്ട് നിൽക്കുന്ന ആ കഥാപാത്രത്തിൻ്റെ മനസ്സിൽ ഒരു പഴയ ചിത്രം, ഓർക്കാൻ ശ്രമിച്ചിരുന്ന ഒരു ചിത്രം തെളിഞ്ഞു വരികയായിരുന്നു. എഴുതി. ഒരസ്ഥികൂടം, മജ്ജയും മാംസവും ഇല്ലാത്ത ഒരു മനുഷ്യൻ. ചെറുക്കൻ ചായ കൊണ്ടുവന്നു. ഉണ്ണികൃഷ്ണൻ സ്റ്റൂൾ എടുത്ത് മുന്നിലിട്ടു. ഡ്രൈവർക്കും ചായ കൊടുക്ക്. ചായ കുടിച്ചപ്പോൾ ഒരു ഉന്മേഷം തോന്നി. അന്തരീക്ഷത്തിൽ തണുപ്പ് കൂടി വരികയായിരുന്നു. അയാൾ മറ്റൊരു സിഗരറ്റിന് തീ പിടിപ്പിച്ചു. ഡ്രൈവർ മടക്കയാത്രയ്ക്ക് തയ്യാറാവുകയായിരുന്നു. നേരെ എത്രയായി സർ? അയാൾ വാച്ചിൽ നോക്കി. 5:10. എന്നാ ഞാൻ മടങ്ങട്ടെ സാർ? ആവട്ടെ. മടക്കം നിശ്ചയിച്ചാൽ ഞാൻ NPക്ക് എഴുതാം. മമ്മു ജീപ്പ് കൊണ്ടുവരണം. വരാം സാർ. ഒരു 5 ഉറുപ്പിക കാണിച്ചപ്പോൾ ഡ്രൈവർ ഒഴിഞ്ഞു. ഒന്നും വാങ്ങരുതെന്ന് NP സാർ പറഞ്ഞിട്ടുണ്ട്. ഇത് സാറിനല്ല, മമ്മൂനാണ്. മമ്മു വേണ്ടിയിരുന്നില്ല എന്ന ഭാവത്തിൽ അത് സ്വീകരിച്ചു. പോട്ടെ സാർ. റൈറ്റ്. ജീപ്പ് കല്ലും മണ്ണും നിറഞ്ഞ വിട്ടുവഴിയിലൂടെ പൊടി പറത്തിക്കൊണ്ട് പോയി മറഞ്ഞപ്പോൾ താൻ അജ്ഞാതമായ ഒരു താഴ്വരയിൽ ഒറ്റയ്ക്ക് പെട്ട അനുഭവമാണ് അയാൾക്കുണ്ടായത്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സന്ധ്യ ആവുമ്പോഴേക്ക് നല്ല തണുപ്പുണ്ടാവും. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ നല്ല തണുപ്പ് ആരംഭിച്ചിരിക്കുന്നു. കൊടും തണുപ്പുള്ള ഒരു ഡിസംബർ മാസത്തിലാണ് മുമ്പ് ഇവിടെ വന്നത്. പെട്ടിയിൽ പുള്ളോവറും മഫ്ലറും വൂളൻ ജാക്കറ്റും ഉണ്ടായിരുന്നു. മറക്കാതെ എല്ലാം ഒരുക്കി വെച്ചിരുന്നു. താൻ അത് മറക്കുമെന്ന് അറിയാമായിരുന്നു. ശ്രദ്ധയും കരുതലുമുള്ള ആ കൈകൾക്ക്. ഏത് മുറിയിലാ സാധനങ്ങൾ വെക്കേണ്ട? 3-ാം നിലയിലെ പഴയ മുറി തന്നെ മതി. അവിടെ ഇരുന്നാണ് എഴുതിയത്. തൊട്ടടുത്ത മുറിയിൽ കിടക്കാൻ സൗകര്യമായിരുന്നു. പെട്ടികളും ബെഡിങ്ങും കുഷ്യനും തെർമോ ഫ്ലാസ്കും എല്ലാം കൂലിക്കാർ മുകളിലേക്ക് കൊണ്ടുപോയി. പരിചാരകനോട് മുകളിലെ മുറികൾ ഒന്നുകൂടി അടിച്ചു വാരാൻ ഉണ്ണികൃഷ്ണൻ നിർദ്ദേശം കൊടുത്തു. പത്തായപ്പുരയുടെ മേൽപ്പുരയ്ക്ക് ചുറ്റും അമ്പലപ്രാവുകൾ ചിറകടിച്ച് പറക്കാൻ തുടങ്ങിയിരുന്നു.
ഓടുകളുടെ മൂലയിൽ ഇരുന്ന് പള്ളിക്കൂടം വിട്ട് കളിക്കളത്തിലെത്തിയ കൊച്ചുകുട്ടികളെ പോലെ അവ കലമ്പൽ കൂട്ടി അയാൾ മുകളിലേക്ക് നടന്നു. ഉണ്ണികൃഷ്ണൻ ഇരുമ്പു പോളകൾ കെട്ടിയ കനത്ത വാതിലും കൂറ്റൻ പത്തായങ്ങളുടെ ചുവരുകൾക്കിടയിലൂടെ മുകളിലേക്ക് പോകുന്ന കുത്തനെയുള്ള കോണിയും ഇരുണ്ട മുറികളും എല്ലാം സുപരിചിതമായി തോന്നി. രണ്ടാം നിലയിൽ നിന്നുള്ള കോണിക്ക് ചുറ്റും ഇരുട്ടാണ്. പടിഞ്ഞാറുള്ള ജനൽക്കീറ് തുറന്നിട്ടപ്പോൾ മങ്ങിയ വെളിച്ചത്തിൻ്റെ നാളം വായുവിലെ പൊടിപടലങ്ങളെ തെളിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചു. മൂന്നാം നിലയിലെ പഴയ മുറിക്കകത്ത് കടന്നപ്പോൾ ഇന്നലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പോലെയാണ് തോന്നിയത്. അൽമാരയുടെ മുകളിൽ പഴയ പാത്രങ്ങളുടെ കെട്ടുകൾ, വ്യാളിമുഖങ്ങൾ കൊത്തിയ ഒരു തൂണുണ്ട് നടുവിൽ, ചുവന്ന സിമന്റിട്ടു മിനുസമുള്ള നിലം. താഴത്തെ മേശ കൊണ്ടുവരാം, വെച്ചെഴുതാനുള്ള പലക വേണമെങ്കിലുണ്ട്. അയാൾ മൂളി. ഉടുപ്പ് മാറ്റി ഷർട്ടിനു മീതെ തവിട്ടു നിറത്തിലുള്ള രോമകുപ്പായമിട്ടു. മഫ്ലറില്ല. മഫ്ലർ എടുക്കാൻ മറന്നിരിക്കുന്നു. ഒന്നും മറക്കരുതെന്ന് നിർബന്ധമുണ്ടായിട്ടും മറന്നു. ഓർമ്മിച്ച് എല്ലാം പെട്ടിയിൽ അടുക്കി വയ്ക്കാൻ തലേ ദിവസം ആരും ഗൃഹത്തിൽ വന്നില്ല. വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ. നഷ്ടപ്പെട്ട നാളുകളെ ചൊല്ലി ദുഃഖിക്കരുത്. അയാൾ സ്വയം ഗാംഭീര്യം അഭിനയിച്ചുകൊണ്ട് ഒന്ന് മനസ്സ് വിടർത്തി നിന്നു. ഉണ്ണികൃഷ്ണൻ ഇവിടെയാണോ രാത്രി, അതോ മറ്റേ വീട്ടിലോ? വിശാലമായ പറമ്പിൻ്റെ വടക്കേ അതിർത്തിക്കടുത്ത് ഉണ്ണികൃഷ്ണൻ്റെ മൺകുടിലുണ്ടായിരുന്നു. അമ്മിണിയും ഉണ്ണികൃഷ്ണനും അതിലാണ് താമസിച്ചിരുന്നത്. രാഘവൻ നായരും കാവൽക്കാരൻ ചെറുമനും കളത്തിലും. പഴയ വീടൊക്കെ മഴയ്ക്ക് വീണ്. പെങ്ങൾ പെരിന്തൽമണ്ണയാണ്. 4 കുട്ടികളും ഉണ്ട്. സുഖമല്ലേ? അങ്ങനെ കഴിയണു. അളിയൻ കണ്ടക്ടറാണ്. കറുത്തുമെലിഞ്ഞ് അല്പം പല്ലുന്തിയ ആ പെൺകുട്ടിയാണ് അന്ന് അടുക്കള പണിയിൽ ഉണ്ണികൃഷ്ണനെ സഹായിച്ചിരുന്നത്. പേരിന് മാത്രമായിരുന്നു ഉണ്ണികൃഷ്ണൻ അടുക്കളപ്പണി ചെയ്തിരുന്നത്. കടുപ്പമുള്ള ചായയും എരിവുള്ള മാങ്ങാക്കറിയും എല്ലാം ഉണ്ടാക്കിയത് അമ്മിണിയായിരുന്നു. അവൾ മസാല ചേർത്ത് വെച്ച കൂണുകറിയുടെ സ്വാദ് ഇപ്പോഴും നാവിലുണ്ട്. താഴത്തെ കഴുക്കോലിൽ വന്നിരുന്ന് ജിജ്ഞാസയുടെ ചോരക്കണ്ണുകൾ കൊണ്ട് അകത്തേക്ക് നോക്കിയ ഒരമ്പലപ്രാവിൻ്റെ നേരെ കത്തിയടങ്ങിയ തീപ്പെട്ടിക്കൊള്ളി തെറിപ്പിച്ചു. കുറുകി പ്രതിഷേധിച്ച് അത് മാറിയിരുന്നു. ഇരുമ്പഴികൾക്കിടയിലൂടെ പുകച്ചുരുളുകൾ പുറകഞ്ഞു കടന്നു. ഉണ്ണികൃഷ്ണൻ്റെ കല്യാണം കഴിഞ്ഞോ? ലജ്ജയോടെ ചിരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. വരണ മേടത്തിലാ. എന്നെ ക്ഷണിക്കില്ലേ? അവൻ പിന്നെയും ലജ്ജിച്ചു. വിഷയം മാറ്റാൻ ഇങ്ങോട്ട് ചോദിച്ചു. എത്ര കുട്ടികളുണ്ട്? അയാൾ പതുക്കെ കണ്ണടച്ചു. എന്നിട്ടും ശാന്തത അവലംബിച്ചു പറഞ്ഞു. ആരുമില്ല. മറ്റൊരു ചോദ്യം കൂടാതെ കഴിക്കാൻ കൃത്രിമമായ പൊങ്ങച്ചം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അവന് അതിപ്പോൾ ഓർമ്മയില്ലാതിരിക്കട്ടെ. കയ്യിൽ നിന്നും ആദ്യം ഉണ്ണികൃഷ്ണനോട് യാത്ര പറഞ്ഞു. പിന്നെ അമ്മിണിയോ? കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഭാര്യയുമായി വരും. സ്വാദുള്ള കറികൾ ഉണ്ടാക്കാൻ അമ്മിണി അവൾക്കൊരു ട്യൂഷൻ കൊടുക്കണം. 10 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും വന്നത് തനിയെ. വല്ലി കൊടുത്തു വരാം. ഞാനും താഴത്ത് വരാം. ഒന്ന് നടക്കാം. പടിഞ്ഞാറേ കുന്നിൻ ചെരുവിലേക്ക് കയറിപ്പോകുന്ന വഴിയിലൂടെ നടന്നു. ഉയരത്തിൽ കർക്കിടകക്കാറുകൾ പോലെ അടുക്കടുക്കായി കരിമ്പാറ കൂട്ടങ്ങളുണ്ട്. മുഴച്ചു നിൽക്കുന്ന ഒരു കൂറ്റൻ പാറയുടെ മിനുസമുള്ള ശിരസിൽ ഇരുന്ന് എതിർഭാഗത്തെ മലയുടെ താഴ്വരകളിലേക്ക് നോക്കുക പതിവായിരുന്നു. തൈക്കുഴികളിൽ വെള്ളമൊഴിക്കുന്ന ചെറുമികൾ കൗതുകത്തോടെ അയാളെ നോക്കി. ഉണങ്ങിയ ഇലകൾ വീണുകിടന്ന വഴി കയറി പാറയുടെ മുകളിലെത്തി. വെയിൽ മങ്ങി. വളരെ ആയെങ്കിലും പാറക്കെട്ടിന് സുഖകരമായ ഒരു ഇളം ചൂടുണ്ട്. ചുറ്റും മലകളാണ്. നടുവിൽ ഒരു ഗ്രാമം. നീർച്ചാലുകൾ പോലെ ശോഷിച്ച ഒരു നദിയുടെ ഇരുവശത്തുമായി കുറേ വയലുകൾ. പിന്നിലെ മലയോരത്തിൽ ചെന്നു പറ്റുന്ന ഒരു കുന്നിൻ്റെ താഴ്വരയിലാണ് കുളം. ദൂരത്തെ താഴ്വരകളിലേക്ക് നരച്ച മഞ്ഞിൻ പടലങ്ങൾ പതുക്കെ പതുക്കെ ഇറങ്ങി വരുന്നു. ആ മലനിരകളിൽ ധാരാളം റബ്ബർ തോട്ടങ്ങളുണ്ട്. പണ്ട് ഇവിടം വിട്ട ദിവസം ഒരു റബ്ബർ തോട്ടത്തിൽ പോയിരുന്നു. വൃദ്ധനായ ഒരു പ്ലാന്റർ വിളിച്ച് കൊണ്ടുപോയതാണ്. കളമുടമസ്ഥനായ സുഹൃത്തിൻ്റെ പരിചയക്കാരനായിരുന്നു ആ മനുഷ്യൻ.
മലയോരം വെട്ടി സമനിരപ്പാക്കിയ മുറ്റത്തിൻ്റെ നടുവിൽ അയാൾ ഭംഗിയുള്ള ഒരു വീട് പണി ചെയ്തിരിക്കുന്നു. മുറ്റത്തിൻ്റെ മൂലയിൽ ഉയർന്ന കാലുകളിൽ വിളക്കുകൾ. ചുറ്റും 200 ഏക്കർ സ്ഥലത്ത് റബ്ബർ മരങ്ങൾ. മുറ്റത്ത് 2 മയിലുകൾ. മതിലിനപ്പുറം കഴുത്തിൽ കുടമണി കെട്ടിയ കാളക്കുട്ടന്മാർ. പണ്ട് അവിടം ഹരിജനങ്ങളുടെ ശ്മശാനമായിരുന്നു. മനുഷ്യപ്രയത്നത്തിൻ്റെ മഹത്വം അന്നവിടെ കണ്ടു. തിരിച്ചു പോരുമ്പോൾ ഒരു സ്വപ്നം മനസ്സിൽ രൂപം കൊണ്ടിരുന്നു. ഒഴിഞ്ഞ ഒരു ഭാഗത്തിൻ്റെ നടുവിൽ മനോഹരമായ ഒരു കൊച്ചു ഗൃഹം. മതിൽ കെട്ടിയ മുറ്റത്തിൻ്റെ മൂലയിൽ കമ്പിക്കാലിൽ വിളക്ക് വേണം. അടിവാരത്തു നിന്ന് നോക്കുമ്പോൾ രാത്രിയിൽ ആ വിളക്കു കത്തുന്ന പ്രകാശബിന്ദു കാണണം. മഞ്ഞിറങ്ങുന്ന താഴ്വരകൾ കണ്ട്, മനുഷ്യപ്രയത്നം കൂമ്പെടുക്കുന്നത് കണ്ട്, മുറ്റത്ത് കൊഴുത്തുരുണ്ട 2 കൊച്ചുമിടുക്കൻ്റെ കിങ്ങിണി കെട്ടിയ കുഞ്ഞിക്കാലുകൾ പതിയുന്നത് കണ്ട്, വർണ്ണമുള്ള ഇഷ്ടിക പാകിയ മുറികളിൽ പൊൻവളയിട്ട കൈകൾ പ്രവർത്തിക്കുന്നത് കണ്ട്, ആ സ്വപ്നത്തിൻ്റെ പേർ കുടുംബം എന്നായിരുന്നു. രൂപം കൊള്ളാത്ത ആ ഗൃഹത്തിൻ്റെ പടിവാതിൽക്കൽ തിളങ്ങുന്ന തകിടിൽ കൊത്തിവെച്ചിരുന്നു സ്വീറ്റ് ഹോം. ദൂരെ വയലിനു മുകളിൽ നീലപ്പുക പോലെ മഞ്ഞ് പരന്നു. തണുത്ത വായുവിന് ചലനമില്ല. കവുങ്ങിൻ തലപ്പുകൾ നരച്ച ആകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ തലകുനിച്ച് യുവവിധവകളെ പോലെ നിൽക്കുന്നു. അന്തരീക്ഷത്തിൻ്റെ മുഖം കണ്ണീർ വീണ് നനഞ്ഞു കുതിർന്നിരിക്കുകയാണെന്ന് തോന്നി. അന്തിയുടെ നിറം മങ്ങുന്തോറും ചുറ്റും വിഷാദത്തിൻ്റെ നിഴലുകൾക്ക് വനവും കറുപ്പും കൂടി വരികയായിരുന്നു. ചലനവും വെളിച്ചവുമില്ലാത്ത ഒരു ലോകത്തിൻ്റെ മധ്യത്തിൽ ഒരു നരച്ച ബിന്ദുവായി താനിരിക്കുന്നു. പാടാത്ത ഗാനത്തിൻ്റെ സ്പന്ദനങ്ങൾ പോലെ അവ്യക്തമായ വികാരങ്ങൾ ചുറ്റും പരന്നു പടർന്നു. ആ സ്പന്ദനങ്ങളുടെ കേന്ദ്രം നഷ്ടപ്പെട്ട ഒരു ലോകത്തിൻ്റെ കറുത്ത പാറക്കെട്ടിൻ്റെ നെറുകയിലെ ഒരു നരച്ച ബിന്ദുവാണ്. അയാൾ ഓർത്തു. പണ്ടൊരു ഫ്രഞ്ചുകാരി പെൺകിടാവ് പറഞ്ഞു, ദുഃഖമേ നിനക്ക് വന്ദനം. അയാൾക്ക് പറയാൻ തോന്നി, നല്ലവളായ പെൺകിടാവേ, ദുഃഖം സ്നേഹമാണ്. സ്നേഹം എത്തയിലെ ചലനങ്ങളാണെന്ന് ധരിച്ച 17കാരിയായ കുഞ്ഞെ, നീ അതിൻ്റെ മുഖം കണ്ടിട്ടില്ല. ഉന്നതവും മൂകവും ഗംഭീരവുമായ അതിൻ്റെ താഴ്വരയിലാണ് അയാൾ ഇരിക്കുന്നത്. പത്തായപ്പുരയുടെ 3ാം നിലയിലെ മുറിയിൽ വെളിച്ചം കൊളുത്തിയെന്ന് തോന്നുന്നു. ജാലകം മഞ്ഞക്കണ്ണ് തുറന്ന് എത്തി നോക്കുന്നു. റബ്ബർ തോട്ടങ്ങൾ വളരുന്ന മലനിരകൾക്കപ്പുറത്ത് കറുത്ത പുള്ളികൾ പോലെ കാണുന്ന വൃക്ഷക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ആകാശത്തിലേക്ക് ഒരു കൂറ്റൻ കുരിശ് ഉയർന്നു നിൽക്കുന്നത് കണ്ണിലകപ്പെട്ടു. പണ്ട് അത് കണ്ടിട്ടില്ല. ഉണ്ടായിട്ടും കാണാതിരുന്നതാണോ? മനുഷ്യ സ്പർശനമേൽക്കാതെ കിടന്ന മലകളിൽ ജീവിതം തളിർക്കുന്നു. ശ്മശാനങ്ങൾ തോട്ടങ്ങളാവുന്നു. മലയോരങ്ങളിൽ ദേവാലയങ്ങൾ ഉയരുന്നു. ദൈവമേ, നീ മനുഷ്യനെ ആരാധിക്കൂ എന്ന് ശൂന്യതയിലേക്ക് വിളിച്ചു പറയാൻ തോന്നി. ഉണ്ണികൃഷ്ണൻ തെരുവിലൂടെ വരുന്നത് കണ്ടു. രോമക്കുപ്പായത്തിലൂടെ അരിച്ചു കയറുന്ന തണുപ്പുള്ളപ്പോൾ ഉണ്ണികൃഷ്ണന് മടക്കി കുത്തിയ മുണ്ട് മാത്രമാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ ഒരു തകർന്ന ശരീരത്തിൻ്റെ ഉടമസ്ഥനല്ല. കുളിയുണ്ടാ? വേണ്ട, ചൂടുവെള്ളം ഉണ്ടാക്കാം വേണമെങ്കിൽ. നാളെ കുളത്തിൽ കുളിക്കാം. ഞാനൊന്ന് അങ്ങാടിയിൽ പോവുകയാണ്. വല്ലതും വേണാവോ? സിഗരറ്റ് ടിന്നുകൾ വേണ്ടത്രയുണ്ട്. തീപ്പെട്ടിയുണ്ട്. വേണ്ട, ഒന്നും കൊണ്ടുവരേണ്ടതില്ല. ഉണ്ണികൃഷ്ണൻ പോകുമ്പോൾ അയാൾ വെറുതെ ചോദിച്ചു, ആ പള്ളി പുതുതായി ഉണ്ടാക്കിയതാണോ? അത് പള്ളിയല്ല, പള്ളി അപ്പുറത്താ. അക്കാണുന്നത് മഠാണ്. മഠം? കന്യാസ്ത്രീയുടെ 10 നൂറ്റെട്ടെണ്ണം ഉണ്ട് അതിനകത്ത്. നഗരത്തിൻ്റെ വർണ്ണങ്ങളിൽ നിന്നും നാദങ്ങളിൽ നിന്നും അകലെ മലനിരകൾക്കിടയിൽ കരിങ്കൽ കെട്ടുകൾക്കകത്ത് കുറേ ജീവിതങ്ങൾ ഒതുങ്ങിക്കൂടുന്നു. കറുപ്പും തവിട്ടുമായ വസ്ത്രങ്ങൾ ധരിച്ച് കഴുത്തിൽ വലിയ കുരിശുരുക്കിയിട്ട ഒരു കന്യാസ്ത്രീയുടെ ചിത്രം മുന്നിൽ ഉയർന്നു വരികയായിരുന്നു. ആ മുഖം തെളിഞ്ഞപ്പോൾ അയാൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഓർമ്മ വരുന്നുണ്ട്, തിരിച്ചറിയാനാവുന്നുണ്ട്. അറിയാതെ കണ്ണടച്ചുപോയി. പ്രിയപ്പെട്ടവളെ, അത് നീയായിരിക്കല്ലേ? ആവുകയില്ല. കാരണം ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ ഗ്ലോറിയയെ സങ്കല്പിക്കാൻ കഴിയൂ. എങ്കിലും നഗരവീഥികളിലൂടെ നടന്നപ്പോൾ നഷ്ടപ്പെട്ട ആത്മാവുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കറുത്ത കൂടാരങ്ങൾ പോലെ കന്യാസ്ത്രീകൾ സഞ്ചരിച്ചപ്പോൾ ഭീതിയോടെ നോക്കി. മുണ്ടനം ചെയ്ത ശിരസ്സു
മറച്ച തുണിക്കു താഴെ 2 കറുത്ത കണ്ണുകൾ തിളങ്ങുന്നുണ്ടോ? സുഗന്ധം കലർത്തിയ കാച്ചിയ എണ്ണയുടെ മണമുണ്ടായിരുന്നു സമൃദ്ധമായ മുടിക്കെട്ടിൽ എപ്പോഴും. ഗ്ലോറിയ ജീവിതത്തെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് ജീവിച്ചിരിക്കെ കൽച്ചുമരുകൾക്കകത്ത് നീ നിന്നെ അടക്കം ചെയ്യുകയില്ല. എങ്കിലും ആകാശത്തിൻ്റെ നെഞ്ചിലിറങ്ങുന്ന കൂറ്റൻ കുരിശുകൾ കാണുമ്പോൾ, പള്ളിമണികൾ ശബ്ദിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ഗ്ലോറിയ, ഞാൻ നിന്നെക്കുറിച്ച് ഓർത്തു പോകുന്നു. ഗ്ലോറിയയെ പറ്റി എഴുതുമെന്ന് പറഞ്ഞപ്പോൾ, എഴുതൂ, വേഗം എഴുത്. ഇപ്പോഴില്ല, പിന്നെപ്പോ? വർഷങ്ങൾക്ക് ശേഷം നാം തമ്മിൽ പിരിയും. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് നാം അടുത്തത്. നീ ഒരു ഗൃഹനായികയായി കഴിയുകയാകും. അപ്പോൾ ഓർക്കണം കേട്ടോ, അന്നൊരിക്കൽ നിന്നെപ്പറ്റി ഞാനൊരു കഥ എഴുതും, ഗ്ലോറിയ. നനഞ്ഞ കണ്ണുകളിലേക്ക് നോക്കാതെയാണ് പറഞ്ഞത്. ആ വാഗ്ദത്തം നിറവേറ്റിയിട്ടില്ല. എഴുതപ്പെടാത്ത കഥകളിലെ രൂപം കൊള്ളാത്ത നായികയായി നീ മനസ്സിൽ ജീവിക്കുന്നു. ഇത് നിന്നെക്കുറിച്ചുള്ളതല്ല, നഷ്ടപ്പെട്ട ചില നാളുകളെ പറ്റിയാണ്. ഗ്ലോറിയ ഒരു കഥാപാത്രമാണ്. ഗ്ലോറിയ എന്നല്ലല്ലോ അവളുടെ പേര്. കറുത്ത പേനത്തണ്ടിൽ കൊത്തിയ അക്ഷരങ്ങളിലൂടെ വിരലുകൾ ഓടിച്ചതാണല്ലോ. ഗ്ലോറിയയെ പറ്റി എഴുതാൻ കഴിയുമോ എന്ന് സംശയിക്കുന്നു. കാരണം അവകാശപ്പെട്ട ഒരു സ്നേഹത്തിൻ്റെ കഥയായി വേണം അത് എഴുതാൻ. ഗ്ലോറിയ നിരാശപ്പെട്ട ഒരു പ്രേമകഥയിലെ നായികയും അയാൾ വിവാഹം കൊണ്ടും പ്രേമത്തിൻ്റെ വിജയം കുറിക്കാതെ പിരിഞ്ഞ നായകനുമല്ല. നീയും ഞാനും മുമ്പുള്ളവർ പറഞ്ഞ് പിന്മുറക്കാർ പറയാൻ പോകുന്ന പ്രേമനൈരാശ്യങ്ങളിലെ നിഴലുകൾ ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് എഴുതപ്പെടാത്ത കഥകളിലെ പ്രിയപ്പെട്ട നായികയായി ഗ്ലോറിയ നീ അവശേഷിക്കുന്നു. മഴത്തുള്ളികൾ ശരീരത്തിൽ വീണു. ചുറ്റും ഇരുട്ടായി കഴിഞ്ഞിരുന്നു. അയാൾ എഴുന്നേറ്റു. വഴിയിറങ്ങി മുറ്റത്തെത്തി. മഴത്തുള്ളികൾ വെറുതെ ഭീഷണിപ്പെടുത്തിയതായിരുന്നു. ആകാശം തെളിഞ്ഞിരിക്കുന്നു. ഊണിന് രുചി തോന്നിയില്ല. എരിവുള്ള മാങ്ങാക്കറിയുമില്ല. പുളി ആവശ്യത്തിലേറെ കലക്കി ഒഴിച്ച മത്തൻ കൂട്ടാനായിരുന്നു വിഭവം. ഉണ്ടുവെന്നു വരുത്തി പുറത്തു കടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, ഇന്നൊക്കെ മോശമാണ്. നാളെ ചന്തയിന്ന് പച്ചക്കറി നല്ലത് വാങ്ങാം. അയാൾ അത് ശ്രദ്ധിച്ചില്ല. മുറ്റത്ത് നേർത്ത നിലാവ് വേദന മൂടിയ ഒരു നേർത്ത മന്ദഹാസം പോലെ പരന്നിട്ടുണ്ട്. തണുത്ത വായുവിൽ മുറ്റത്തെ നിശാഗന്ധിയുടെ സുഖകരമായ പരിമളം ഒരു കോരിത്തരിപ്പ് പോലെ തങ്ങി നിന്നു. രാത്രിയിൽ എഴുതേണ്ട കാര്യം ആലോചിക്കണം. സുഹൃത്തിൻ്റെ കത്ത് കടലാസ് കെട്ടുകൾക്ക് പുറത്ത് നിവർത്തിയിട്ടിട്ടുണ്ട്. ജീവിതത്തിലെ എല്ലാ മനോഹാരിതകളും അയാൾക്ക് പകർത്തണം. കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഗ്രാമഭംഗികളുടെ അന്തരീക്ഷത്തിൽ, നീർച്ചോലകളും കാട്ടുപൂക്കളും ചിരിക്കുന്ന പ്രകൃതിയുടെ മടിത്തട്ടിൽ. പിന്നെ എന്തെല്ലാം! ജാലകത്തിനു സമീപം ചെന്നിരുന്നു. പുകച്ചുരുളുകൾ ചുറ്റും കറങ്ങിത്തിരിഞ്ഞപ്പോൾ തനിച്ചല്ലെന്ന ബോധമുണ്ടായി. പുറത്തേക്ക് നോക്കി. വയൽ നീലച്ച മഞ്ഞിൻ പടലം കൊണ്ട് മൂടിയിരിക്കുന്നു. മലനിരകൾ അവ്യക്തമായ ഓർമ്മകൾ പോലെ മാത്രം കാണാം. പക്ഷേ മഞ്ഞിൻ പടലവും മേഘക്കിറുകളും പുണരുന്ന താഴ്വരയിൽ നിന്നും കുരിശ് ഉയർന്നു നിൽക്കുന്നതു കണ്ടു. ഗ്ലോറിയ ഇപ്പോൾ എവിടെയായിരിക്കും? 9 വർഷങ്ങൾക്ക് മുമ്പ് മഴ നനഞ്ഞു കുതിർന്ന ഒരു രാത്രിയിൽ അവസാനമായി കണ്ടതാണ്. അതിൽ പിന്നെ പലതും സംഭവിച്ചു. പരിചയപ്പെടുന്ന കാലത്ത് അവൾ കാണാത്ത ഒരു വരനെയും കാത്തിരിക്കുകയായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ സങ്കല്പവും മനസ്സിൽ വഹിച്ചുകൊണ്ടാണ് അയാളും ആ നഗരത്തിലെത്തിയത്. ഗ്ലോറിയ തൻ്റെ ആരുമായിരുന്നില്ല. എണ്ണമറ്റ പരിചയക്കാരികളിൽ ഒരുവൾ മാത്രം. പച്ചച്ചായം തേച്ച ജനലുകളും മങ്ങിയ ചുമരുകളുമുള്ള മുറിക്കകത്ത് നിത്യവും ഗ്ലോറിയ കയറി വന്നു. മേശപ്പുറത്ത് പുസ്തകങ്ങൾ ചിതറിക്കിടക്കുകയായിരിക്കും. ഓരോ ദിവസവും അവൾ അടുക്കി വയ്ക്കും. പിറ്റേന്ന് വരുമ്പോൾ അതേപടി ആകുമെന്നറിഞ്ഞിട്ടുകൂടി. വായനാമുറിയും കിടപ്പുമുറിയും വരാന്തയുമെല്ലാം വൃത്തിയും വെടിപ്പും ഏൽക്കുന്നത് ഗ്ലോറിയ വരുന്ന പ്രഭാതങ്ങളിലാണ്. സ്വൽപ്പം വൃത്തിയാക്കി വെച്ചൂടെ ഇതെല്ലാം? വരട്ടെ, കല്യാണം കഴിച്ചാൽ പിന്നെ നോക്കിക്കോളോ. കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയല്ലോ. എപ്പോഴാ? അടുത്ത് തന്നെ. അത് കാത്തിരിക്കുകയായിരുന്നു. ദൂരെ മണൽ നിറഞ്ഞ തെങ്ങിൻ തോപ്പുകൾക്കപ്പുറം വയലിൻ്റെ കരയിൽ ഒരു വീട് വെണ്മ പുരണ്ടു നിൽക്കുന്നുണ്ട്. അതിൽ ഒരു പെൺകിടാവ് കാത്തിരിക്കുന്നു. ജീവിതം ഒന്ന് ഭദ്രമാവട്ടെ. അവളെപ്പറ്റി ഗ്ലോറിയ ഒന്നും ചോദിച്ചില്ല, പറഞ്ഞതുമില്ല. മേശപ്പുറത്ത് കുത്തഴിഞ്ഞ ഒരു ബൈബിളിൻ്റെ ഏടുകൾ കിടന്നിരുന്നു. എടുത്ത് എഴുതുകയും വെട്ടുകയും ചെയ്ത കടലാസു കഷ്ണങ്ങൾ.
എന്താ ഒന്നും എഴുതാത്തത്? എഴുതണം, എഴുതുമെന്ന്. രസമുള്ളത് എഴുതണം. എപ്പോഴും കരച്ചിൽ വരുന്നത് എഴുതൂ. അവൾക്കുള്ള ആക്ഷേപം അതായിരുന്നു. ദുഃഖം ദുഃഖം ഹൃദയത്തിൻ്റെ സംഗീതമായിരുന്നു. ജീവിതത്തിൻ്റെ ഒന്നും ആയിത്തീരുന്നില്ലെന്ന ബോധം മനസ്സിൽ പേറി നടന്നു. ഒരു കുടുംബത്തെ സ്വപ്നം കണ്ടു. വ്യർത്ഥമായ ദിവസങ്ങൾ. തണുത്ത രാത്രികളിൽ ജാലകത്തിലൂടെ അകലത്തെവിടെയോ കാണുന്ന ഒരു മുനിസിപ്പൽ വിളക്കിൻ്റെ സുഷിരം കണ്ടുകൊണ്ട് കിടക്കും. അപ്പുറത്ത് റെയിൽവേ യാർഡിൽ തീവണ്ടി യന്ത്രങ്ങൾ കിതച്ചുകൊണ്ട് രാത്രി മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഭിത്തികളും നിലവും കട്ടിലും മേശപ്പുറത്തെ ഗ്ലാസുകളും കിടിലം കൊണ്ട് വിറയ്ക്കും. കട്ടിലിനു ചുവട്ടിൽ ഇരുമ്പുപെട്ടിക്കകത്ത് പട്ടുനാട കൊണ്ട് കെട്ടിവെച്ച കുറേ കത്തുകളിൽ പ്രകാശമുള്ള ഒരു ജീവിതത്തിൻ്റെ വാഗ്ദാനം അയാൾ കണ്ടിരുന്നു. മേശപ്പുറത്തും അൽമാരിയിലും ഭംഗിയുള്ള വർണ്ണനൂലുകൾ കൊണ്ട് ചിത്രപ്പണികൾ ചെയ്ത തൂവാലകൾ ഉണ്ടായിരുന്നു. ഗ്ലോറിയ നിത്യവും വന്നു. ഉണ്ണിക്കിളികൾ പൂങ്കുലകൾ കൊത്തിപ്പറിക്കാറുള്ള അശോകമരത്തിൻ്റെ ചില്ലകൾ തൊട്ടു നിൽക്കുന്ന ജാലകത്തിനു സമീപം ഗ്ലോറിയ ഇരിക്കും, സംസാരിക്കും. അറിയാതെ ഗ്ലോറിയ തൻ്റെ ലോകത്തിലേക്ക് കടന്നു വരികയായിരുന്നു. ഒരു ദിവസം ഗ്ലോറിയ വന്നില്ല. ജാലകത്തിനരികെ കസേരയിട്ട് പടിവാതിലിനപ്പുറത്തെ പാതയിലേക്ക് കണ്ണോടിച്ചു കൊണ്ടിരുന്നു. കറുത്തു ചടച്ച കുതിരയെ പൂട്ടിയ വണ്ടിയുടെ മണികിലുക്കം കേട്ടില്ല. പാതയുടെ മറുതലക്കിൽ നിന്ന് കേട്ടാൽ തിരിച്ചറിയാം, ഗ്ലോറിയ വരികയാണ്. കാക്കിക്കുപ്പായമിട്ട കിഴവൻ വണ്ടിക്കാരൻ്റെ മുഷിഞ്ഞ തലപ്പാവ് മതിലിനു മുകളിൽ കാണുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഗ്ലോറിയയ്ക്കതറിയില്ല. വന്നു കയറുമ്പോഴെല്ലാം അലസമായി ചൂരൽ കസേരയിൽ ചാഞ്ഞു കിടക്കുകയാണെന്ന് നടിക്കും. അതിനു മുമ്പ് പ്രഭാതത്തിൻ്റെ തുടുത്ത കിരണങ്ങൾ അശോകച്ചില്ലകളിൽ പതിയുമ്പോൾ മുതൽക്ക് വെറുതെ ജാലകത്തിനടുത്ത് സ്ഥാനം പിടിക്കും. ദൂരെ നിന്ന് കുടമണികളുടെ കിലുക്കം കേൾക്കുന്നുണ്ടോ? വരാൻ വൈകുമ്പോൾ അവ്യക്തമായ വേദന അനുഭവപ്പെട്ടു. ഗ്ലോറിയ തൻ്റെ ആരുമല്ല. അവളെ വിവാഹം കഴിക്കാനും പോകുന്നില്ല. എങ്കിലും വരാതിരുന്നപ്പോൾ വേദന തോന്നി. ആരോടെന്നില്ലാതെ അരിശം തോന്നി. സ്വയം വഞ്ചിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കി. അവൾ വന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല, ഇനി ഒരിക്കലും വന്നില്ലെങ്കിൽ തന്നെ. അടുത്ത പ്രഭാതത്തിൽ ജാലകത്തിനു സമീപം കാത്തിരിക്കുകയില്ലെന്ന് തീരുമാനിച്ചു. റെയിൽവേ യാർഡിൽ കൂലിക്കാരെ സമയമറിയിക്കുന്ന മണി മുഴങ്ങിയപ്പോൾ വീണ്ടും ജാലകത്തിൻ്റെ അടുത്തേക്ക് കസേര നീക്കിയിട്ടു. പതിവ് പോലെ ഗ്ലോറിയ വന്നു. പരിഭവിക്കേണ്ട ആവശ്യമില്ല. നിർവികാരമായ ഭാവം അഭിനയിച്ച് ചോദിച്ചു, ഇന്നലെ ആഫീസില്ലേ? ലീവായിരുന്നു. എന്തേ? വാടിയ മുഖമുയർത്താതെ പറഞ്ഞു. ആരോ എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട്? കണ്ടു, നന്നായി കണ്ടു. പെണ്ണ് കാണാനെത്തിയ ആ മനുഷ്യനെ പറ്റി ചോദിച്ചപ്പോൾ അവൾ ഒന്നും പറഞ്ഞില്ല. ആരോ ആവട്ടെ. അതെന്താ? ഇത് ഏഴാമത്തെയാണ്. ഗ്ലോറിയയുടെ ശബ്ദം ഇടറിയിരുന്നു. ദിവസങ്ങൾക്കു ശേഷം മേശവിരിയുടെ ചുവപ്പും നിലയുമായ കള്ളികളിൽ കുറിയ കൈവിരലുകൾ കൊണ്ട് ചിത്രങ്ങൾ വരച്ച് താണസ്വരത്തിൽ ഗ്ലോറിയ പറഞ്ഞു, അത് നടക്കില്ല. എന്തേ? അയാൾക്ക് എന്നെ മാത്രം പോരാ, 7000 കൂടി വേണം. ഗ്ലോറിയയുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. അപ്പോൾ ആദ്യമായി അവളെ സ്പർശിച്ചു. അവളുടെ ചുമലിൽ കൈവയ്ക്കുമ്പോൾ കൈകൾ വിറച്ചിരുന്നില്ല. നനഞ്ഞ മിഴികൾ ഉയർത്തി ഗ്ലോറിയ നോക്കി. പലതും പറയണമെന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവളെ, ഞാൻ നിസ്സഹായനാണ്. എന്നെ മറ്റൊരു പെൺകുട്ടി കാത്തിരിക്കുന്നു. ഇല്ലെങ്കിൽ. വരണ്ട തൊണ്ടയുമായി പൊള്ളുന്ന മുഖം തുടച്ചുകൊണ്ട് ഒരു നിമിഷം നിന്നു. അന്നാദ്യമായി അവളെ ചുംബിച്ചു. മാറിലേക്ക് ആലംബമില്ലാതെ വീണുകൊണ്ട് മുഖമുയർത്തി അവൾ തേങ്ങിയപ്പോൾ പ്രയാസപ്പെട്ട് പറഞ്ഞു, വ്യസനിക്കാതിരിക്കൂ, നിനക്ക് നല്ലൊരു ഭർത്താവ് വരും. ഒന്നും പറഞ്ഞില്ല. വർഷങ്ങളായി അവൾ ആ അജ്ഞാത മനുഷ്യനെ കാത്തിരിക്കുന്നു. അവളുടെ മുടിക്കെട്ടിലെ സുഗന്ധം കലർത്തിയ എണ്ണയുടെ മണം ആസ്വദിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി. താഴെ അശോക പൂങ്കുലകൾ. അശോകമരത്തിനു താഴെ ഉയരം കുറഞ്ഞ പന്തലിൽ പടർന്നു കയറാൻ തിരക്ക് കൂട്ടുന്ന വെള്ളപ്പൂക്കൾ വിടരുന്ന വള്ളിപ്പടർപ്പുകൾ. എത്ര കാലം ഇവിടെ ഉണ്ടാകും? കുറച്ചു കാലം. പിന്നെ? ഗ്ലോറിയ പോകും, ഞാനും പോകും. പിന്നെ എവിടെയെങ്കിലും വെച്ച് ഗ്ലോറിയയെ കാണും.
പക്ഷേ അതായിരുന്നില്ല മനസ്സിൽ. സ്വന്തമായി ഒരു വീടുണ്ടാവും, വെളുത്തുമെലിഞ്ഞ ഒരു പെൺകിടാവ് അതിനകത്ത് ഗൃഹനായികയായി സഞ്ചരിക്കും. അന്നൊരു നാൾ ഗ്ലോറിയയും ഭർത്താവും പടിവാതിൽക്കൽ സ്വീറ്റ് ഹോം എന്നെഴുതിയ ആ ഗൃഹത്തിൽ വന്നു കയറുമ്പോൾ നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ഗൃഹനാഥനെയാണ് അയാൾ അകലെ കണ്ടത്. വെൺമാടങ്ങളിൽ മുല്ലവള്ളികൾ പടർത്തിയ ഒരു വലിയ വീട്ടിൽ വിശാലമായ സ്വീകരണ മുറിയിൽ ഒരതിഥിയായി കഴിഞ്ഞ വർഷം കയറി ചെന്നു. ആഗ്രഹിച്ചതായിരുന്നില്ല ആ സന്ദർശനം. ടെലിഫോണിലൂടെ പറന്നു വന്ന എന്തോ സന്ദേശം സ്വീകരിക്കാനായി ഭർത്താവ് അകത്തേക്ക് പോയപ്പോൾ അഭിമുഖമായിരുന്ന ഗൃഹനായിക പറഞ്ഞു, എന്നോട് വെറുപ്പ് തോന്നിയിരിക്കും. പറയാൻ ആശിച്ചിരുന്നു. ഒരു വെറുപ്പുമില്ല, നിന്നെ കുറ്റപ്പെടുത്തുകയുമില്ല. കുറ്റപ്പെടുത്തുന്നെങ്കിൽ അത് വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന കാലത്തിൻ്റെ നെടുമ്പാതയെയാണ്. അതിൻ്റെ തിരിവുകളിൽ ആദ്യം അടുത്തു കാണുന്നത് അകലെ കിടക്കുന്നവരെയാണ്. യാത്രയ്ക്കുള്ള ദിവസം അടുത്തിരുന്നു. ഗ്ലോറിയയോടും നഗരത്തോടും പറഞ്ഞില്ല, ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരികയുമില്ല. പലപ്പോഴും അവിടം വിട്ട് യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ടാണല്ലോ. ഗ്ലോറിയ സംശയിക്കുകയില്ല. വിജനമായ ഈ താഴ്വരയിലേക്ക് ഒരിക്കൽ കൂടി വരികയാണെന്ന് പറഞ്ഞു. ചോദിക്കാതെ തന്നെ ആവർത്തിച്ചു, വേഗം വരാം. ഗ്ലോറിയ നിശബ്ദം നിന്നതേയുള്ളൂ. വരില്ലെന്നോ വരണമെന്നോ പറഞ്ഞില്ല. ലജ്ജയും നിന്ദയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. മുഖത്ത് നോക്കാൻ ധൈര്യം വന്നില്ല. അവൾ എന്തോ ഓർക്കുകയായിരുന്നു. എന്താ ആലോചിക്കുന്നത്? ഒരു തമാശ കേൾക്കട്ടെ? എന്നെ വിവാഹം കഴിച്ചോളൂ. നടുക്കം പുറത്തു കാട്ടിയില്ല. ചിരിച്ചുകൊണ്ട് തമാശയുടെ ഭാവം വിടാതെ തന്നെ അവൾ പറഞ്ഞു, ഒരു കുട്ടിയായാലും ഉപേക്ഷിച്ചോളൂ, അവനെ നോക്കി വളർത്തിയിരുന്നോളാം. പിന്നെ ഒരു വിഡ്ഢിയെ പോലെ ചിരിച്ചു നിന്നു. പക്ഷേ മുഖം ഉയർത്തി കണ്ണുകളിൽ നോക്കാൻ ധൈര്യപ്പെട്ടില്ല. അന്നും അവളെ ചുംബിച്ച് ജാലകത്തിന് സമീപം അവളുടെ കഴുത്തിൽ കൈയിട്ടു നിന്നു. പെട്ടിയിൽ പുസ്തകങ്ങളും ഉടുപ്പുകളും അടുക്കി വെച്ച് എല്ലാം ചെയ്തു തീർത്ത് അവൾ പോകാൻ ഭാവിച്ചപ്പോൾ ചോദിച്ചു, പോവുകയാണോ? അതെ. ഇനി എന്തു വേണം? ഒന്നും വേണ്ട. പേന വേണോ? വേണ്ട, വണ്ടിക്കാരനോട് പറഞ്ഞിട്ടുണ്ട്. ശാന്തമായി കോണി ഇറങ്ങിയപ്പോൾ അയാൾക്ക് ഉറക്കെ കരയണമെന്ന് തോന്നി. തലയിണയിൽ മുഖം അമർത്തിക്കിടന്നു. ഗ്ലോറിയയുടെ മുടിച്ചുരുളുകളുടെ ഗന്ധം അവിടെ അപ്പോഴും തങ്ങി നിന്നിരുന്നു. മുറ്റത്തുനിന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടു, മഫ്ലർ എടുക്കാൻ മറക്കണ്ട, രാത്രി വണ്ടിക്ക് നല്ല തണുപ്പുണ്ടാവും. ഇരുട്ടും മഴയുമുള്ള ഒരു രാത്രിയുടെ ചിത്രം മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. സന്ധ്യയ്ക്ക് ആരംഭിച്ച മഴ അപ്പോൾ അടങ്ങിയിട്ടേയുള്ളൂ. കുതിര കുളമ്പടിയും കുടമണിക്കിലുക്കവും പാതയിലൂടെ അരിച്ചരിച്ചെത്തി. വണ്ടിക്കാരൻ പെട്ടിയും ബെഡിങ്ങും വണ്ടിയിൽ കയറ്റി വെച്ചു. മുറ്റത്ത് അശോകമരങ്ങളും അയൽവക്കത്ത് ശൈശവത്തിൻ്റെ നിഷ്കളങ്കതയും സ്നേഹവുമുള്ള കുഞ്ഞുങ്ങളും ഉള്ള ആ വസതിയിലേക്ക് ഇനി തിരിച്ചു വന്നു എന്ന് വരില്ല. അശോക പൂങ്കുലകൾ ഉണ്ണിക്കിളികൾ കൊത്തിപ്പറിക്കുന്നത് കാണുന്ന ജാലകവും രാത്രിയിൽ ഭിത്തികൾ വിറകൊള്ളുന്ന മുറിയും ഓർമ്മകളായി മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഗ്ലോറിയ, നീയും. മഴക്കോട്ടിട്ട് ശിരസു മൂടിയ വണ്ടിക്കാരൻ്റെ രൂപം നേർത്ത വെളിച്ചത്തിൽ പ്രേതം പോലെ ഉയർന്നു നിന്നു. നനഞ്ഞ പാതയുടെ വക്കിൽ അകലത്തായി മങ്ങിയ വിളക്കുകാലുകൾ മുനിഞ്ഞുകത്തിയിരുന്നു. വെള്ളത്തുള്ളികൾ കലർന്ന തണുത്ത കാറ്റ് വണ്ടിക്കകത്തേക്കും അടിച്ചു കയറി. പീടികകൾ ഉറങ്ങുന്നു. നനഞ്ഞ സിമന്റ് പാതയിലൂടെ ചടച്ചു കറുത്ത കുതിര പതുക്കെ പതുക്കെ നടന്നു. വണ്ടിക്കാരൻ ചട്ടയിളക്കാതെയിരുന്നു. നിശബ്ദമായ രാത്രിയിൽ ഇടവിട്ട കുളമ്പടികളും കുടമണിക്കിലുക്കവും അസുഖകരമായ സംഗീതമുണ്ടാക്കി. ഗ്ലോറിയ ഉറങ്ങുകയായിരിക്കും. 10-12 ദിവസങ്ങൾക്കു ശേഷം തിരിച്ചു വരുന്നത് ഒരു പക്ഷേ മനസ്സിൽ കണ്ടിരിക്കും. തിരിവു കടന്നപ്പോൾ വണ്ടിക്കാരൻ ഉറക്കമുണർന്നതുപോലും ഇളകിയിരുന്നു. വായുവിൽ പുളഞ്ഞു. കുതിര ശിരസുയർത്താതെ നടത്തത്തിൻ്റെ വേഗം കൂട്ടി. ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്ന ഗ്ലോറിയയുടെ ഗൃഹം ദൂരത്തുനിന്ന് കാണാമായിരുന്നു. മതിൽക്കെട്ടിനു മുമ്പിൽ റോഡിനരികിലുണ്ടായിരുന്ന വിളക്കുകാലിൽ ബൾബില്ല. രാത്രിയിൽ ഈ വഴി തനിയെ നടക്കുമ്പോൾ ആ വിളക്കിൻ്റെ പ്രകാശത്തിൽ
പച്ച വളരുന്ന മതിലിനു പിറകിലെ ഉയരം കുറഞ്ഞ ഗൃഹത്തിൻ്റെ ഭിത്തികളിൽ എതിർവശത്തെ പുളിമരത്തിൻ്റെ നിഴൽ വീഴുന്നത് കണ്ടിട്ടുണ്ട്. ആ ഗൃഹം കാണാൻ വയ്യ. നിശബ്ദമായ ഒരു ദുഃഖം പോലെ മങ്ങിയ ഇരുട്ടിൽ എല്ലാം മറഞ്ഞു കിടക്കുന്നു. അസ്വാസ്ഥ്യമൊന്നുമില്ലെന്ന് സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചു നോക്കി. കണ്ണടച്ചിരുന്ന് കുതിരക്കുളമ്പിൻ്റെയും കുടമണികളുടെയും സംഗീതം ശ്രദ്ധിച്ചു. വണ്ടിക്കാരൻ കടിഞ്ഞാൺ പിടിച്ചപ്പോൾ ഞെട്ടി കണ്ണു തുറന്നു. വണ്ടി നിന്നിരിക്കുന്നു. നനഞ്ഞ ടാർപ്പാളിൻ കഷ്ണങ്ങൾ മാറ്റി പുറത്തേക്ക് തലയിട്ടു. വെള്ളത്തുള്ളികൾ നിറഞ്ഞ തണുത്ത കാറ്റ് മുഖമുരസിക്കൊണ്ട് കുതിച്ചുപോയി. വഴിവക്കിലെ പാതി തുറന്ന പടിവാതിലിനു മുമ്പിൽ കറുത്ത സാരി തുമ്പുകൊണ്ട് തല മൂടി കൈ കാട്ടിക്കൊണ്ട് ഗ്ലോറിയ നിൽക്കുന്നു. എവിടെയോ കണ്ടുമറന്ന ഒരു രൂപത്തിൻ്റെ ഓർമ്മ വന്നു. ഏതോ കന്യാമഠത്തിൻ്റെ മുന്നിൽ കണ്ട ഒരു പുണ്യവാളത്തിയുടെ പ്രതിമയാണോ? മഡോണയുടെ കണ്ടുമറന്ന ചിത്രമാണോ? താഴെ ഇറങ്ങി കുടമണികൾ താളമില്ലാതെ കിലുങ്ങി ഒച്ചയുണ്ടാക്കി. തണുത്ത കാറ്റ് ക്രൂരതയോടെ വീശി. ഗ്ലോറിയ വെറുതെ നിന്നതാണ്, പൊയ്ക്കോളൂ. ഒന്നും പറയാനില്ല. രാത്രിയെപ്പോലെ നിമിഷങ്ങൾ നനഞ്ഞു കുതിർന്ന് കനം തൂങ്ങി നിന്നു. വണ്ടിക്ക് സമയമായി, പോയിക്കോളൂ. വീണ്ടും വണ്ടിയിൽ കയറിയിരുന്നു. ഗുഡ് ലക്ക്, ഗുഡ് ബൈ ഫോർ എവർ. ആ ശബ്ദത്തിൻ്റെ ഉടമസ്ഥ ഗ്ലോറിയ ആയിരുന്നോ? നന്മ വരട്ടെ, എന്നേക്കുമായി യാത്ര പറയുന്നു. മങ്ങിയ പ്രകാശവൃത്തങ്ങൾ ചിതറിക്കിടക്കുന്ന നനഞ്ഞ പാതയിലൂടെ ചീറിയടിക്കുന്ന തണുത്ത കാറ്റിനെതിരെ ചടച്ചു കറുത്ത കുതിര അസുഖകരമായ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കുതിച്ചു പാഞ്ഞു. തിരിഞ്ഞു നോക്കിയില്ല. മങ്ങിയ വെളിച്ചത്തിൽ തലമുടി കൈ ഉയർത്തി നിൽക്കുന്ന ആ കറുത്ത രൂപം കാണണ്ട. നന്മ വരട്ടെ, എന്നേക്കുമായി യാത്ര പറയുന്നു. അയാൾ പത്തായപ്പുരയുടെ ജാലകത്തിലൂടെ പുറത്തേക്ക് വീണ്ടും നോക്കി. ആ താഴ്വരയും കുരിശും മഞ്ഞിൽ മൂടിയിരിക്കുന്നു. ആകാശത്തിൻ്റെ ഒരു ഭാഗം പോലെ മാത്രമേ താഴ്വരകൾ കാണുന്നുള്ളൂ. മഞ്ഞും മങ്ങിയ നിലാവും നിശാഗന്ധിയുടെ നേർത്ത മണവും ചേർന്ന് വായുവിൽ നിശബ്ദമായ ഒരു ഗാനത്തിൻ്റെ സ്പന്ദനങ്ങൾ തങ്ങി നിന്നു. അയാൾ മന്ത്രിച്ചു. ആ ഗാനം അയാൾക്ക് ആവശ്യമാണ്.